പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ നിത്യതയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ച വൻകാര്യങ്ങളെ ഓർത്ത് തിരുനാമത്തിന് മഹത്വം നൽകാം. ദൈവവചനത്തെ ഇത്ര കണ്ട് ആഴത്തിൽ സ്നേഹിക്കുകയും വചനം സകല മനുഷ്യർക്കും നൽകാൻ തീഷ്ണതയോടെ അധ്വാനിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ വിശുദ്ധ പൗലോസപ്പസ്തോലനെ അനുസ്മരിപ്പിക്കുന്ന വചനപ്രഘോഷണ തീഷ്ണതയുള്ള വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കറിയാം. ജീവിക്കുന്നത് കർത്താവിനോടൊത്ത്, മരണം തനിക്ക് നേട്ടമാണ്, മരിച്ചു കഴിയുമ്പോൾ കർത്താവിനോടൊത്ത് വീണ്ടും കൂടുതൽ കൃപയോടെ ആയിരിക്കുന്നു എന്ന വിശ്വാസത്തോടെയാണ് അച്ഛൻ തൻ്റെ മരണത്തിൻ്റെ അവസാന നാളുകൾ കഴിഞ്ഞത്. ആ ഒരുക്ക നാളുകൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെയും വിശ്വാസത്തിൻ്റെ വലിയ ബോധ്യം പകരുന്ന അനുഭവങ്ങളായിരുന്നുവെന്ന് അദ്ദേഹത്തോടൊപ്പം ആ നാളുകളിലായിരുന്നവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം, ഒരു പുരോഹിതൻ്റെ ജീവിതം എപ്രകാരം ദൈവകൃപ നിറഞ്ഞതാകണം എന്ന് പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ തൻ്റെ ജീവിതം വഴി നമ്മളെ പഠിപ്പിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ആത്മാവിനെ ദൈവം മഹത്വത്തിൻ്റെ കിരീടം അണിയിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒരു സെമിനാരി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തുടങ്ങി എനിക്ക് നല്ല പരിചയമുള്ളതാണ്. മൈക്കിൾ അച്ഛന് ആലുവയിൽ നിന്നും ഫിലോസഫി കഴിച്ചതിന് ശേഷം റോമിൽ പഠിക്കുവാൻ വരുമ്പോൾ അന്ന് ഞാൻ റോമിലുണ്ടായിരുന്നു. അന്ന് വൈദികനായി റോമിലുണ്ടായിരുന്ന അവസരത്തിലാണ് മൈക്കിൾ അച്ഛൻ റോമിൽ വന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ മൈക്കിൾ അച്ഛൻ്റെ വളരെ അടുത്തം പുലർത്തുകയും മൈക്കിൾ അച്ഛൻ്റെ ആ കൂട്ടായ്മയും സഹായവും സഹകരണവുമൊക്കെ എപ്പോഴും ഞാൻ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. മൈക്കിൾ അച്ഛന് ഉർബാനിയാനിലെ ലൈസൻസ് കഴിഞ്ഞ് ബിബ്ലിക്കമ്മിൽ ബൈബിൾ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് ബൈബിളിൽ വളരെ അഗാധമായിട്ട് പാണ്ഡിത്യം നേടിയ ശേഷമാണ് തലശ്ശേരിയിൽ തിരിച്ചു തന്നത്. 1978 മൈക്കിൾ അച്ഛന് ഒരു വൈദികനായി അഭിഷേകത്തിനായത്. അതിനു മുമ്പ് തന്നെ ഞാൻ തലശ്ശേരിയിൽ വന്ന് ഇവിടെ എൻ്റെ ദൗത്യം തുടങ്ങിയിരുന്നു. മൈക്കിൾ അച്ഛൻ്റെ ബൈബിൾ പഠന കാര്യത്തിൽ, ബൈബിൾ പാണ്ഡിത്യം നേടുന്ന കാര്യത്തിൽ മൈക്കിൾ അച്ഛനോട് തുല്യം ചെയ്യുവാൻ വേറെ ഒത്തിരി ഞാൻ കാണുന്നില്ല. മൈക്കിൾ അച്ഛന് തലശ്ശേരി രൂപതയിൽ വന്ന് ചെമ്പേരി ഇടവകയിൽ കുറേ കാലത്തേക്ക് അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. അതിനുശേഷം മൈക്കിൾ അച്ഛനെ ബൈബിൾ അപ്പോസ്റ്റലിൻ്റെ ഡയറക്ടറായിട്ട് നിയമിക്കുകയും അങ്ങനെ സന്ദേശഭവനിൽ ബൈബിൾ അപ്പോസ്റ്റലിൻ്റെ ഡയറക്ടറായിട്ട് ആണ് ദീർഘകാലം ഇവിടെ ജോലി ചെയ്തത്. മൈക്കിൾ അച്ഛൻ ഒരു പൗരോഹിത്യ നിർവഹണത്തിലെ ഏറ്റവും വലിയ ദൗത്യം പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്നുള്ള ആ ബോധ്യത്തോടുകൂടി വചനം മാംസമായി ജനിച്ച ഈശോയുടെ ആ വചനം മറ്റുള്ളവരുടെ പങ്കുവഹിക്കുകയും അങ്ങനെ വിശ്വാസ സമൂഹത്തെ രൂപീകരിക്കുകയും ആരാധനയ്ക്ക് സമൂഹത്തെ രൂപീകരിക്കുന്നതിനും അതുപോലെ ഈശോയുടെ ആ മാതൃക കൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ മക്കളെ സുഖത്തിലേക്ക് നയിക്കുന്ന ആ ദൗത്യം നിർവഹിക്കുന്നതിന് ജീവിതകാലം മുഴുവനും വളരെ ശ്രദ്ധ പതിച്ചിരുന്നു. ബൈബിൾ ദൈവവചനം മറ്റൊക്കെ പരിചയപ്പെടുത്തുന്നതിന് മൈക്കിൾ അച്ഛനെ പോലെ വലിയ ശുശ്രൂഷ ചെയ്ത ഒരാളെ കണ്ടുപിടിക്കുക പ്രയാസമാണ്. ഇവിടെ ബൈബിളിൻ്റെ പ്രസിഡന്റ് ഡയറക്ടറായിരുന്ന കാലത്ത് മൈക്കിൾ അച്ഛൻ തുടങ്ങിയ ബൈബിൾ ചിത്രകഥ പഴയതും പുതിയതുമൊക്കെ കലാകാരനായിട്ട് ദേവസ്യയുടെ ചിത്രരചനയിലൂടെ
പ്രസിദ്ധീകരിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് മാത്രമുള്ളൊരു പ്രസിദ്ധീകരണമായിരുന്നു ബൈബിൾ കഥ. അതുപോലെ തന്നെ മൈക്കിൾസിന് വളരെയധികം ദീർഘമായിട്ടുള്ള ശുശ്രൂഷ നടത്തുകയും ഡെവിൻ ബൈബിളിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു. തൃശ്ശൂർ മേരിമാത കോളേജിലെ പ്രൊഫസറായിരുന്നു. അതിനുശേഷം മൈക്കിൾസൺ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഇന്നും നമുക്ക് സംരംഭ്യമാണ്. ഒത്തിരി കൺവെൻഷൻസ്, ഒത്തിരി പുസ്തകങ്ങളെല്ലാം മൈക്കിളിലുണ്ട്. അതുമായിട്ട് മൈക്കിൾസൺ ചെയ്ത വലിയ ശുശ്രൂഷ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ നമുക്ക് വലിയൊരു ശുശ്രൂഷയാണ്. മൈക്കിൾസൺ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അതിനെ ഏൽപ്പിച്ച ദൗത്യം എല്ലാം പൂർത്തിയാക്കി. മൈക്കിൾസൻ്റെ അവസാന വാക്കുകളായിട്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം എല്ലാം ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ശേഷമാണ് മൈക്കിൾസൺ പിതാവിൻ്റെ പക്കലേക്ക് പോയിരിക്കുന്നത്. മൈക്കിൾസനെ വളരെ സ്നേഹത്തിൽ അനുസ്മരിക്കുകയും മൈക്കിൾസൻ്റെ രൂപത്തേക്ക് സഭയിലെല്ലാ അനുഗ്രഹിക്കും പ്രത്യേകം നന്ദി പറയുകയും ചെയ്തു. മൈക്കിൾസൻ നല്ല ദൈവം തൻ്റെ പുത്രനെ പോലെ പിതാവിൻ്റെ വലത്തുവശത്ത് തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കേറെ പ്രിയങ്കരനായ മൈക്കിൾ കാരിമറ്റച്ചൻ വളരെ ഗ്ലോറിയസ് ആയിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. മരണത്തെ ക്രിസ്തീയമായ കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കണ്ട് അത് കാത്തിരുന്ന ഒരു കടന്നുപോക്കലായി തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടുകൂടെ അദ്ദേഹം യാത്രയായിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ആണ് മൈക്കിൾ കാരിമറ്റച്ചനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് നേരിട്ടല്ല, അച്ഛൻ്റെ ബൈബിൾ ചിത്രകഥകളിലൂടെയാണ്. എല്ലാ മാസവും പോസ്റ്റിൽ വരുന്ന ആ ചിത്രകഥ ഞാൻ കാത്തിരിക്കുമായിരുന്നു. പിന്നീട് POCയിൽ വെച്ചും അച്ഛൻ്റെ താലന്ത് മാസികയിലെ ആർട്ടിക്കിളുകളിലൂടെയൊക്കെ അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചു. എന്നാൽ മേരിമാത സെമിനറിയിലെ ദൈവശാസ്ത്ര വിഭാഗം ആരംഭിച്ചപ്പോൾ അവിടുത്തെ ആദ്യത്തെ റെസിഡൻറ്റ് പ്രൊഫസേഴ്സായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ മാത്രമായിട്ടാണ്, ഈ രണ്ടുപേരും മാത്രമായിട്ടാണ് ആ വിഭാഗം ആരംഭിക്കുന്നത്. മൈക്കിളച്ചൻ അതിനു മുമ്പ് തന്നെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ഫിലോസഫിയിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. മേരിമാത സെമിനറിയുടെ ആരംഭം മുതൽ തന്നെ അതിൻ്റെ ബൈബിൾ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് മൈക്കിളച്ചനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നങ്ങോട്ട് 16 വർഷം ഞങ്ങൾ ഒരുമിച്ച് വസിക്കുകയും അതിനെ തുടർന്നും ആ ബന്ധം പുലർത്തുകയും ചെയ്തു. അച്ഛൻ ബൈബിൾ വിജ്ഞാനീയത്തിന് ഒരു ജനകീയ മുഖം പകർന്നിട്ടുള്ള ഒരാളാണ്. ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ ആദ്യ പണ്ഡിതരിൽ ഒരാൾ എന്ന് മാത്രമല്ല, ആ തർജ്ജമ ചെയ്ത ബൈബിൾ അതെല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കാനും അതിൻ്റെ ദൈവശാസ്ത്രം വികസിപ്പിക്കാനും അത് ജനകീയമായിട്ട് അവതരിപ്പിക്കാനും അച്ഛൻ ലേഖനങ്ങളിലൂടെയും തൻ്റെ പ്രസംഗങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും അവസാനം വരെ പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും വെറുതെ കളയാതെ അച്ഛൻ പ്രയത്നിച്ചതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. അച്ഛൻ്റെ നിര്യാണം സഭയ്ക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ മൽപ്പാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം എല്ലാവർക്കും വലിയ ഒരു നഷ്ടം തന്നെയാണെങ്കിലും അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അന്ത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ദൈവം നമുക്ക് നൽകിയ വലിയ സമ്മാനം. മൈക്കിളച്ചനെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും അച്ഛൻ്റെ സ്വർഗീയ മഹത്വത്തിലുള്ള ജീവിതത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് അച്ഛനോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയും ചെയ്യുന്നു.